ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചായക്കടിയായിട്ടാണ്. 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി പലഹാരമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉള്ള മാങ്ങ എടുക്കുക കേട്ടോ. ഇപ്പോൾ വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്താൽ മതി. അപ്പോൾ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് അതേ കപ്പിന് തന്നെയാണ് നമ്മൾ മാങ്ങ എടുക്കേണ്ടത്. പിന്നെ ചേർക്കുന്നത് റവയാണ്. റവ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറക്കാത്ത റവയാണ് കേട്ടോ. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളൊക്കെ ഒരു കപ്പളവിന് വേണം ഇത് ഇളക്കാൻ. ഇനിയിപ്പോൾ കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിന് അളന്നെടുക്കുക കേട്ടോ. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുള്ളത് 250 ml കപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബൗളോ ഗ്ലാസ്സോ അതിന് അളന്നിട്ട് വേണം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ. ഇതിലേക്ക് അടുത്തതായിട്ട് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച പാലാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അതായത് ജസ്റ്റ് ഒന്ന് തണുപ്പൊന്ന് വിടിയിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. ഫ്രിഡ്ജിൽ വെച്ച പാല് ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി മാംഗോ ടീ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയും പഞ്ചസാരയും റവയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മളിതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. റവ കൊണ്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. അപ്പം നമ്മൾ 15 മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ റവ നല്ല സോഫ്റ്റ് ആകുന്നുണ്ട് കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും റവൻ്റെ ഒരു മാറ്റം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 15 മിനിറ്റ് വെച്ചല്ലോ. അപ്പോൾ ഈ റവ സോഫ്റ്റ് ആയിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ട്യൂട്ടി ഫ്രൂട്ടി എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഈ ഭാഗം ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ തടവിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബട്ടർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല. നമുക്ക് ഇതുപോലത്തെ ഏത് പാത്രത്തിലും കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്തി ബദാമൊക്കെ ചെറുതായി കട്ട് ചെയ്തതുണ്ട്. അതാണ് ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഒരു അലുമിനിയം ഉരുളിയിൽ ഒരു റിങ് വെച്ചിട്ടാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായി ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒക്കെ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത് തണുക്കണം. ഇത് എന്നിട്ട് വേണം നമുക്കിതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ. തണുക്കാതെ ചൂടോട് കൂടി എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് എന്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബട്ടർ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടീ കേക്കാണ് കേട്ടോ. നല്ല മാങ്ങയുടെ ഫ്ലേവറാണ്. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ഈ നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മൾ സാധാരണ വാനില കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല, മാംഗോ ചേർത്തിട്ട് ഇതുപോലെ റവ വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് മുമ്പ് നമ്മൾ റവക്ക് പകരം മൈദ വെച്ചിട്ട് ഒരു മാംഗോ കേക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റാണ്, അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.